ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ആതിര സൂരജ്. കുറേ നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഞാനൊരു കേക്ക് ഡെക്കറേറ്റിംഗ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ട്രോപ്പലൈറ്റ് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണാം. ട്രോപ്പലൈറ്റിൻ്റെ 1.5 കപ്പ് ക്രീം നമുക്ക് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ലോ സ്പീഡിൽ വിപ്പ് ചെയ്താൽ മതി. ഹൈ സ്പീഡിലാവുമ്പോൾ നിറയെ എയർ ബബിൾസ് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയ സ്പീഡിൽ വിപ്പ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം കുറച്ച് ക്രീം ഒരു കേക്ക് ബോർഡിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുക. അതിനുശേഷം ക്രീം ഇടുക, നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിത് കയ്യിൽ പിടിച്ചിട്ടാണ് ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. രണ്ടാമത്തെ ലെയർ വെച്ച് കുറച്ചൊന്നും കൂടെ ഷുഗർ സിറപ്പ് വെച്ചതിന് ശേഷം അടുത്ത ലെയർ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫിൽ ചെയ്യുക. പിന്നെ സൈഡ്സ് എല്ലാം ബാക്കിയുള്ള ക്രീം ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ക്രം കോട്ടാണ് ചെയ്യുന്നത്. ക്രംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഒന്ന് ചെയ്യുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. കേക്ക് ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് ബാച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് കോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ ഒരു 2 ഡ്രോപ്പ് ബ്ലാക്ക് ചേർത്തിട്ട് ഒരു ആഷ് കളറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഡ്രോപ്പ് ബ്ലാക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അതൊരു ആഷ് കളറായിട്ട് വരും. ഈ ആഷ് കളർ കൊണ്ട് നമ്മൾ അടുത്ത ഇതിൻ്റെ ഫൈനൽ കോട്ട് ചെയ്യുവാണ്. ഇതിനൊരു ഫോൾട്ട് ലൈൻ ഡിസൈൻ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന ക്രീമിൽ 2-3 ഡ്രോപ്പ് കൂടെ ബ്ലാക്ക് ചേർത്തിട്ട് കുറച്ചുകൂടി ഡാർക്ക് കളറാക്കിയതിന് ശേഷം അതിനെ കൊണ്ട് നെക്സ്റ്റ് ഫോൾട്ട് ലൈനായിട്ട് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. കേക്കൊന്ന് സ്മൂത്താക്കി എടുത്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ലെയർ കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് ഈ ഷാർപ്പ് എഡ്ജസ് എല്ലാം കിട്ടണമെങ്കിൽ ഒരു ചെറുതായിട്ടൊന്ന് കുറച്ചൊന്ന് മെനക്കിടണം. കുറച്ച് നന്നായിട്ട് ഗ്യാപ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് 2-3 തവണ സ്മൂത്ത് ചെയ്തെടുത്താലാണ് നമുക്കതിൻ്റെ ഷാർപ്പ് എഡ്ജസ് കിട്ടുക. ആദ്യം ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടിയില്ല എന്ന് വരും, പക്ഷേ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, എന്തായാലും നിങ്ങൾക്കും കിട്ടും. ഗ്യാപ്സ് എല്ലാം വീണ്ടും ഫില്ല് ചെയ്യാണ്. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. ഓക്കെ, നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്ത കേക്ക് നമ്മളൊരു 15 മിനിറ്റ് ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വയ്ക്കാം. ആ സമയം കൊണ്ട് ആഷ് കളർ കൂടുതൽ ചേർത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ലെയറിൻ്റെ വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കാം. അത് ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു അണീവണായിട്ട് നമുക്കിതിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതും ഇതേപോലെ നമ്മൾ സ്ക്രേപ്പർ വെച്ചിട്ട് സ്മൂത്ത് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വരുന്ന ഇതിൻ്റെ ചാനൽസ് നമുക്ക് കാണാൻ പറ്റും. ഈ ചാനൽസിൽ നമ്മൾ സിൽവർ കളർ കൊണ്ടാണ് ഞാൻ ഫോൾട്ട് ലൈൻ കൊടുക്കാൻ പോണത്. സ്മൂത്ത് ചെയ്തതിന് ശേഷം ഈ കേക്ക് ഇനി ഒരു 15 മിനിറ്റ് കൂടെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ ഉള്ളൂ അതിൻ്റെ ഒരു, ഇല്ലെങ്കിൽ നമ്മൾ ബ്രഷ് കൊണ്ട് അത് ക്രീമിൽ തൊടുമ്പോഴേ അത് ബ്രഷിൽ ഒട്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇവിടെ ഇത് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് പോവും. ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് വെച്ചാൽ നല്ല ഭംഗിയിലിരിക്കും, കുറച്ച് വൃത്തിക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഫോൾട്ട് ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിൽവറിൻ്റെ ലെസ്റ്റർ ഡസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് എഡിബിൾ സ്പിരിറ്റ് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ എഡിബിൾ ലെസ്റ്റർ ഡസ്റ്റിൻ്റെ കൂടെ ചേർക്കാൻ വോഡ്ക മാത്രമേ ഉള്ളൂ, സ്പിരിറ്റ് ഇല്ല. അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ട് ഞാൻ അതൊന്ന് ഡയല്യൂട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഫോൾട്ട് ആയിട്ട് വന്നിട്ടുള്ള ഐ ലൈനിൽ അവിടെ ജസ്റ്റ് ഒരു ഇംപ്രഷൻ പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 1-2 ഡ്രോപ്പ് മതി, കൂടുതൽ വേണ്ട. ഇത് ആൽക്കഹോൾ ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. വളരെ തിന്നായിട്ടുള്ളൊരു ലെയർ കൊടുത്താൽ മതി.
തിന്നായിട്ടുള്ള ലെയറിലൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്താണ് ഫൈനൽ ഡെക്കറേഷൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ കേക്കിൻ്റെ മുകളിൽ കൺഗ്രാജുലേഷൻസ് ആണ് എഴുതാനുള്ളത്. അത് ഞാൻ ഓൾറെഡി ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈവണായിട്ട് വെക്കും. അതിനുശേഷം കുറച്ച് ഷുഗർ ബോൾസ് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.